ബീച്ച് റോഡ്, പട്ടായ ബീച്ച് റോഡും. ഹായ്, മിക്റ്റൻഡ് സീത വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പട്ടായ എപ്പിസോഡാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടായയിൽ നമ്മുടെ അൽക്കസാർ ഷോ കാണാനാണ് വന്നത്. അൽക്കസാർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടായയിൽ അടിപൊളിയായിട്ട് ഒരു ക്യാബറേറ്റ് ഷോ ആണ്. 5 മണിക്ക് 6:00 8:00 9:00 ഇതിൻ്റെ ഷോ നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മളിവിടെ വന്നത് 5 മണിക്ക് ഷോ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. ഡയറക്റ്റ് വരുവാണെങ്കിൽ 750 850 വാർത്തകൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബുക്കിംഗ് കൗണ്ടർ. വലിയ ബിൽഡിംഗ് ആണ്. ഈ ഒരു ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഷോ വരുന്നത്. നമ്മളിപ്പം വന്ന് 4:40 നമുക്കിവിടെ ഇതിൻ്റെ സീറ്റിൻ്റെ അവൈലബിലിറ്റിയുടെ കാണിക്കാൻ പറ്റും കേട്ടോ. സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ. VIP ശരിക്കും 1200 ഭാഗത്ത്, 1000 ഭാഗത്ത്, 800 ഭാഗത്ത്, ഇതാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഭയങ്കര ബുക്കിംഗ് കൗണ്ടറാണ്. അതാ ഇപ്പോഴത്തെ എല്ലാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരും. നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരന് ഇഷ്ടംമാരുണ്ട്. ഇതാണ് ആ ഒരു യുണീക്ക് മാജിക് എക്സ്പീരിയൻസ് അൽക്കസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സംഭവം. ഇതൊരു ശരിക്കും ഭയങ്കര വേൾഡ് ക്ലാസ് സ്റ്റണ്ണിങ് സെൻസേഷൻ ഓവർ വെൽപ്പിംഗ് അൺഫോർഗറ്റബിൾ എന്നൊരു ഭയങ്കര സംഭവം, ഭയങ്കര ഷോ ആണ് കേട്ടോ. ഇതാണ് ഉറങ്ങിപ്പോയാ. നമ്മളകത്ത് കയറിയിട്ട് അൽക്കസാർ ഷോൻ്റെ അകത്ത് നമ്മൾ കയറി. ഇത് ഭയങ്കര ഷോ ആണ് കേട്ടോ. ടിക്കറ്റ് എടുത്ത് 5 കൂടി ഉണ്ട്. ഗംഭീര ഷോ ആണ്. നമുക്കിത് കാണാം. ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ എൻട്രൻസ് ഉണ്ടോ. കുറേ ആൾക്കാരുണ്ട്, കുറേ ഇന്ത്യക്കാരും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 5 മണിക്ക് ഷോ. 5 ഷോന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കാം. എന്ത് നമ്മൾ ഷോ കാണാൻ വന്നേ എന്ത് നോക്കടാ.ขอความร่วมมือท่านผู้มีเกียรติทุกท่านกรุณางดใช้เครื่องมือสื่อสารโทรศัพท์มือถือการบันทึกภาพวิดีทัศน์และการใช้ Flashlight camera and cell phone are prohibited during the show. Thank you. Spectacular entertainment with a dazzling display of world-class performances, showmanship and choreography, magnificent costuming, stunning sets, and stage. Because it's showtime. Ladies and gentlemen, that concludes our show for this evening. We wish to thank you for your patronage and... നമ്മളെ
ക്യാബററ്റ് ഷോ പെർഫോമൻസ് കഴിഞ്ഞ് ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോ ആൾക്കാരായിട്ട് വരുന്നുണ്ട് ഇവിടെ. ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഇവരപ്പുറം നിന്നൊരു ഫോട്ടോ എടുക്കാണ്ട്. 1 ഫോട്ടോന് 100 ബാത്ത് എന്നാ പെർ പേഴ്സൺ എന്നിട്ട് അവിടെ ബോഡി ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ നമുക്കിവിടെ കാണാൻ പറ്റും. എന്തൊക്കെ ഫോട്ടോ എടുക്കണോ? 100 ബാത്തില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? ഒരാൾക്കല്ല, പെർ പേഴ്സൺ ആണോ? ഫാമിലി ആയിട്ട് കിട്ടൂല? ഓ അങ്ങനെയാ. $100 പെർ പേഴ്സൺ അല്ല? 100 പെർ പേഴ്സൺ. അപ്പോൾ നമ്മളെ ഷോ കഴിഞ്ഞ് അടിപൊളിയായിരുന്നു. 1 മണിക്കൂറായിരുന്നു പെർഫോമൻസ് ഉള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഫോട്ടോ എടുക്കാൻ ഒരു പേഴ്സൺ 100 ബാത്താണ്. 5 മണി മുതൽ 6 മണി വരെയാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. കണ്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരുപാട് ആൾക്കാർ. അടിപൊളി ഷോ ആയിരുന്നു. നിങ്ങളെന്താ പട്ടായ വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട അടിപൊളി ഷോ. അടിപൊളി പെർഫോമൻസ് ആണ്. ഓരോ രാജ്യക്കാരുടെ പെർഫോമൻസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്, ഇന്ത്യൻ്റെ ഫ്ലാഗ് ഉണ്ട്. പിന്നെ ഒരുപാട് രാജ്യത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിരുന്നു. നല്ല അടിപൊളി ഷോ ആയിരുന്നു കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബിഗ് ബുദ്ധ ടെമ്പിളിൽ പോകേണ്ട പരിപാടിയാണ്. പിന്നെ ഇതാണ് നമ്മുടെ പട്ടായ ബീച്ച് റോഡിലേക്ക് നമ്മൾ കയറുകയാണ്. ബീച്ച് റോഡ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റും ആ സംഭവങ്ങളുള്ള റോഡാണിത്. അവിടെയാണ് കയറാൻ പോകുന്നത്. നോക്കിക്കോ, നല്ല അടിപൊളിയായിട്ട് സൂര്യൻ നമുക്കിവിടെ കാണാൻ പറ്റും. വാവ് നോക്കണം, ഇതാണ് നമ്മുടെ ബീച്ച് റോഡ്, പട്ടായ ബീച്ച് റോഡ്. നോക്കും എന്താ രസം കാണാൻ. ഈ ഒരു സമയത്ത് നല്ല സൂര്യനെ കണ്ടിട്ട് ആൾക്കാർ ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട്. നല്ല രസം കാണാൻ. എന്തായാലും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന വൈബുള്ളൊരു സ്ഥലമാണ് പട്ടായ എന്ന് പറയുന്നത്. പട്ടായയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് വരാൻ പറ്റില്ല. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് രാവിലെ ഒന്നും ഇതിലേക്കൊന്നും നടക്കാൻ പറ്റില്ല. ഇപ്പം മാത്രമാണ് ഇതെന്താ ഇങ്ങനെയുള്ള എടുത്ത് വെള്ളമൊലിച്ച് പോകുന്നത്. എനിക്ക് ഈ റോഡ് നേരെ പോയാൽ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലേക്കാണ് പോകാൻ പോകുന്ന റോഡാണിത്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇടം നല്ല ചുവന്ന് നിൽക്കുന്ന സൂര്യൻ. ചുവന്നൊക്കെ സൂര്യൻ എന്നെ കഴിഞ്ഞാൽ സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് നല്ല സൂര്യൻ ഇങ്ങനെ താഴെ ചുവന്ന് നിൽക്കുന്നുണ്ടോ. ഇവിടെ ഒരുപാട് സൊങ്ക്യാവുണ്ട്. ഈ സൊങ്ക്യാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എടുത്ത് നമുക്ക് സൊങ്ക്യാവ് ഒരു സുഖസുന്ദരമായിട്ട് കയറാം. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സൊങ്ക്യാവ് സംഭവങ്ങൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ സൊങ്ക്യാക്കി ഇരിക്കുന്നുണ്ട്. രാത്രി ആകുമ്പോൾ നല്ല വൈബിൻ്റെ സ്ഥലമായിരുന്നു. ബാറുകളും പബ്ബുകളും മസാജുകളും തായ് മസാജ് പബ്ബുകൾ, നോക്കട ബഡ്ഡി ടാറ്റു, അങ്ങനെയുള്ള പലതരത്തിലുള്ള സംഭവങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താ രസം പട്ടായ വാക്കിംഗ് സ്ട്രീറ്റ് എത്തിയില്ല. നേരെ പോയി വാക്കിംഗ് സ്ട്രീറ്റ് എത്തും. സ്പൈസി ട്വിസ്റ്റ് ഇന്ത്യൻ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കൂടി ഉണ്ട് കേട്ടോ. ഇഷ്ടംമാതിരി ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും കൂടെ കാണാൻ പറ്റും. സെക്സി വേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബീച്ച്, വെസ്റ്റ് ബീച്ച് വില്ല, ഇതെല്ലാം സാധനങ്ങളാണ്. ഇറങ്ങി നടന്ന് ഞാൻ നല്ല പൊരിഞ്ഞ് വേർത്ത് വെച്ചു. അതിനെക്കാട്ടും നല്ല വണ്ടിയിൽ സുഖസുന്ദരമായിട്ട് കാഴ്ചകൾ കാണും. നമ്മളിപ്പോൾ ബീച്ച് റോഡിലേക്കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും നല്ല ഈവനിങ്. ബീച്ച് റോഡിലേക്കൂടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കളെ. ഒന്നുമില്ല, ആ പട്ടായ സിറ്റി അങ്ങ് കാണുന്നില്ല. ഇനി നല്ല അടിപൊളി പട്ടായ സിറ്റി ഉണ്ട്. റാൻവേ, നമ്മുടെ ബർഗർ കിങ്, എല്ലാ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് കൂടി ഇതാ വെൽക്കം ടു പാട്ടായ സിറ്റി കണ്ടോടാ. വാക്കിംഗ് സ്ട്രീറ്റിന് അതിലേക്ക് കൂടി ഫ്രണ്ടിലെത്തി. രാത്രി അവിടെ ആണ് ലൈറ്റിലെത്തിച്ച് ഇതാണ് ശരിയായ വാക്കിംഗ് സ്ട്രീറ്റ് കണ്ടോ. ഇതിൻ്റെ കൂടിയാണ് നമ്മുടെ ബാറും പബ്ബുകളും പലതരത്തിലുള്ള നൈറ്റ് ഷോകളും കാണുന്ന
അതിമനോഹരമായ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ലൈറ്റ് ഇല്ല ഇപ്പോൾ അത് പറ്റി ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ്. നമ്മുടെ ബുദ്ധൻ്റെ അമ്പലത്തിൽ വരുമ്പോൾ കുറച്ച് രാത്രി ആയിപ്പോയി കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു അമ്പലമാണ്. രാവിലെ നമ്മളിതിന് മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ ആ ശോലം കഴിഞ്ഞിട്ട് 6 മണി ഇപ്പോൾ 7 മണിയായി ബുദ്ധൻ്റെ അമ്പലത്തിൽ എത്തുമ്പോൾ. നല്ല അടിപൊളിയായിട്ട് സ്ഥലമാണ്. ഇപ്പോൾ ചൂടായതുകൊണ്ട് എന്താ പറയുക രാവിലെ വരാൻ പറ്റില്ല. ഈ സമയത്ത് മാത്രമേ നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ. കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അമ്പലമാണ്. രാത്രി ഇവിടെ നല്ല രാവിലെ വരികയാണെങ്കിൽ നല്ല വ്യൂ കാണാൻ പറ്റും, കടൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒരു വ്യൂ ഇല്ല.